അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. ഹലോ, ഡേവിഡ് ജോസഫ് കളരിക്കലാണോ? അല്ലടാ, നിന്റെ അപ്പൻ ജോസഫ് കളരിക്കൽ. വെറുതെ റെസ്റ്റ് എടുക്കുന്ന അപ്പച്ചനെ പറയാതടാ. നീ എവിടെ? റോസിലിനെ കാണാൻ ഇറങ്ങിയതാണോ? അല്ലടാ, നിന്റെ വേണ്ട, ബാക്കി പറയണ്ട, ഞാൻ ഊഹിച്ചു കൊടുത്തോളാം. ആ ശരി, വരും പോലെ ഓരോ കോള് വിളിക്കും. ഇന്ന് ഈ കോളിന്റെ ഉദ്ദേശം എന്താണാവോ? നിന്റെ തെലുങ്കറ്റ് ഡാൻസ് നിർത്തിയോടാ? ഇതുവരെ നിർത്തിയില്ല, പക്ഷേ ഉടനെ നിർത്തേണ്ടി വരും. എന്നതാ? അതൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് അവൾ തെലുങ്കത്തിയൊന്നുമല്ല, നല്ല അസല് മലയാളി കുട്ടിയാ എൻ്റെ ദിയ. വാട്ട്? നിങ്ങളപ്പോ? എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു മോനെ. ആദ്യം നമ്മൾ സമ്മതിച്ചില്ല, പോലീസ് സ്റ്റേഷൻ വരെ കയറിയേണ്ടി വന്നു. എന്നാലും സാരല്ല, ഒടുവിൽ ഇത് അവൾ എൻ്റെ ഹൃദയം സ്വീകരിച്ചിരിക്കുന്നു. നീ ഈ നാടക ഡയലോഗ് നിർത്തിയിട്ട് കാര്യം പറയട പുല്ലേ. ഇതൊക്കെ നിനക്ക് തമാശ കളിക്കാനുള്ള കാര്യങ്ങളാണോ? ഒരിക്കലും ഇല്ലാത്ത പോലെ 2 മാസത്തിൽ കൂടുതലായി നീ നാട്ടിലേക്ക് വന്നിട്ട്. അമ്മച്ചി ചോദിക്കുമ്പോൾ എന്നെ വിളിച്ചൊന്ന് കള്ളം പറഞ്ഞ് നിർത്തിയേക്കുമോ ഞാൻ? അതിന് കൂടെ മര്യാദക്ക് നാട്ടിൽ വന്നു. നാട്ടിലേക്ക് വരുന്നുണ്ടാ, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം. അവളെ ഒന്ന് ഓക്കെ ആക്കാനുണ്ട്. നിന്നോട് ഞാൻ കള്ളം പറയാറില്ലെന്ന് അറിയാലോ. ഈ റിലേഷനെ ഓർത്ത് നീ ഒരിക്കലും ടെൻഷൻ ആവേണ്ട. എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. നീ നാട്ടിലേക്ക് വാ, ആ കുട്ടിയെ കൂടി കൂട്ടിക്കോ. എനിക്കും അവളെ ഒന്ന് കാണണം. ദേശാന്റെ കിളിയെ കൂട്ടിലാക്കിയ ആളെ വൈകാതെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അമ്മച്ചോട് ഞാൻ തിരക്കിയെന്ന് പറഞ്ഞേക്കണം കേട്ടോ. അവ ബായ്. ഡാ വെക്കലടാ. 2 മാസങ്ങൾക്ക് ശേഷം വന്ന കോളായിരുന്നത്. പക്ഷേ അവൻ പറഞ്ഞതുപോലെ അപ്പോഴും നാട്ടിലേക്ക് വന്നില്ല. ഇടകപ്പെടോ അമ്മച്ചിയെ വിളിച്ചെന്ന് പറയുന്നത് കേട്ടു. എന്താ ജോബ് ചെയ്യുക, അതാ അവിടെ നിൽക്കുന്നേന്നൊക്കെ ഓരോ കള്ളം പറഞ്ഞവൻ അമ്മച്ചിയെ വിശ്വസിപ്പിച്ചിരുന്നു. ഡെവി വേദികയെ കണ്ടിട്ടില്ലേ അപ്പോ? നോ, വേദിക എന്നൊരു പേര് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അവൻ്റെ വാക്കുകളിലൂടെ കേട്ട ദിയയെ മാത്രമേ എനിക്കറിയൂ. അതൊരു പക്ഷേ തൻ്റെ വേദിയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ അന്ന് താൻ എന്നോട് തൻ്റെ ലൈഫ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായേനെ. പിന്നീട് ഡെന്നീസ് എന്നാ വിളിച്ചത്? പിന്നെയും 1.5 മാസം കഴിഞ്ഞു ആ കോള്. അതിന് 2 പ്രത്യേകതയുണ്ട്. ഒന്ന് അതായിരുന്നു അവൻ്റെ ലാസ്റ്റ് കോള്. പിന്നെ ഒരിക്കലും ഞാൻ അവൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. 2, അവനൊരു അച്ഛനാകാൻ പോകുന്നെന്ന് വാർത്ത. ഹലോ ഡാ, നീ കേൾക്കുന്നുണ്ടോ? കേൾക്കാതിരിക്കാൻ ഞാൻ പൊട്ടണമൊന്നുമല്ല. എന്നാത്തിനിപ്പോൾ വിളിച്ചത്? നിനക്ക് എന്നതിലും പറയാനില്ലാതെ ഇങ്ങോട്ട് വിളിക്കില്ലല്ലോ. പറയാൻ തന്നെ വിളിച്ചത്. നീ അന്ന് ചോദിച്ചില്ലേ എൻ്റെ പെണ്ണ് ഡാൻസ് നിർത്തിയോന്ന്? നിർത്തിയടാ, നിർത്തി. നിനക്ക് ശരിക്കും എന്നതാണ് പ്രശ്നം? ഉച്ചക്കിറക്ക് വല്ലതും ആണെങ്കിൽ നീ നാട്ടിലേക്ക് പോ. നെല്ലിക്ക തളം വെച്ച് നേരെയാക്കാം. ഡാ ഡേവി, ഞാനൊരു അപ്പനാവാൻ പോവാടാ. വാട്ട്? നീ എന്നതാ പറഞ്ഞേ? അപ്പനോ? അതേടാ, എൻ്റെ ദിയ. അവൾ പ്രഗ്നൻ്റാ. ഇതറിഞ്ഞപ്പോൾ എനിക്ക് എന്നതാ ചെയ്യണമെന്ന് അറിയില്ല. കുറച്ചു നേരം എന്നാ ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ലായിരുന്നു. പിന്നെ നിന്നെ വിളിച്ച് പറയാന്നോർത്തേ. ഞാൻ ഹോസ്പിറ്റലാടാ. ഡെന്നി, നിനക്കിതൊക്കെ കുഞ്ഞു കളിക്കാനുള്ള കാര്യമാണോടാ? അവളെ കേട്ടു മുമ്പ് എന്നോടോ അമ്മച്ചിയോടോ നീ ഒരു വാക്ക് പറഞ്ഞോ? ഇതിനു മുമ്പ് നീ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന്. ഡാ, അത് നീ വിചാരിക്കും പോലെ ഒന്നല്ല കാര്യങ്ങൾ. പറയാൻ ഒത്തിരിയുണ്ട്. എല്ലാം കേൾക്കുമ്പോൾ നീയും അമ്മച്ചി എങ്ങനെ എടുക്കുന്ന എനിക്ക് അറിയില്ല. പക്ഷേ അവളിപ്പോൾ എൻ്റെ കുഞ്ഞിനെ പേർന്നവൾ കൂടിയാ. നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിയേക്കണം. ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുമല്ല ഇത്, കേട്ടല്ലോ നീ? അത് ഈ കണ്ടീഷനിൽ അവൾക്ക് യാത്ര പറ്റില്ല. അവൾ ഒറ്റക്കാക്കി ഞാൻ എങ്ങനെയാ വരുന്നത്? ഓഹോ, നിനക്കിപ്പോൾ ബന്ധോ സ്വന്തമൊക്കെ തോന്നി തുടങ്ങിയല്ലേ? ഇവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ഇതുപോലെ. നാട് തന്നെ നടക്കുമ്പോൾ നീ മറന്നു പോയൊരാൾ. നിനക്ക് തോന്നിയതുപോലെ നീ നടന്നു. ഇപ്പതേ പെണ്ണും കൊച്ചും ആകാൻ പോകുന്നു. അതേലും ആ പാവൊന്നും അറിയണ്ടേ? അതോ അതും വേണ്ടതാണോ? ഡാ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ കരുതുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അവളുടെ വീട്ടിൽ ഒന്നും അറിയില്ല ആർക്കും. അതുകൊണ്ട് അവൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വരാടാ. പറ്റില്ല, നീ നാട്ടിൽ വന്നേ പറ്റൂ. അങ്ങനെ വന്നില്ലേ ഇവിടെ ഇങ്ങനെ 2 പേരുണ്ടെന്ന് നീ അങ്ങ് മറന്ന് കളഞ്ഞേക്ക്. എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടി വിളിക്കണമൊന്നുമില്ല. അതായത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച അവസാന വാക്കുകൾ. നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ കാണാതെ അവൻ തുടച്ചു. തനിക്കറിയോ, ഞാൻ കാരണം അവൻ പോയത്. ഞാൻ ഒറ്റൊരാൾ കാരണം അവൻ ഇന്ന് ഈ ലോകത്ത് ഇല്ലാത്തത്. എൻ്റെ വാശി, ദേഷ്യം, എടുത്തുചാട്ടം എല്ലാം കൊണ്ടും നഷ്ടമായത് അവൻ്റെ ജീവനാ. ഡെന്നിക്ക് എന്താ പറ്റിയത്? അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ആ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് അത്രയും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. തിരിച്ചു വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തതുമില്ല. ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയത്ത് അവനെ വേദനിപ്പിച്ചെന്നോർത്ത് എനിക്ക് വല്ലാതെ കുറ്റബോധവും തോന്നിയിരുന്നു. അമ്മച്ചിയോട് അവനെ മിന്നുകെട്ട് കഴിഞ്ഞെന്നോ ആ കുട്ടി പ്രഗ്നൻ്റ് ആണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല.
ഡെന്നി അപ്പം നാട്ടിൽ വന്നോ? അതായിരുന്നു അന്ന് വേദി തല കറങ്ങി വീടെന്ന് പറഞ്ഞ് ഞാൻ അച്ഛന് ചെന്നപ്പോൾ അവിടെ അവനെ കാണാതിരുന്നത്. വന്നിരുന്നു. അല്ല, വരാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ഇവിടെ എത്തിയില്ല. അതിനു മുമ്പേ അവൻ വൈകി അവൻ്റെ കയ്യിലായി കൈ ചേർത്തു. കാറിലൊരു ട്രക്ക് വന്ന് എടുക്കുമായിരുന്നു എവിടെയോ വെച്ച്. അവസാനമായിട്ടൊന്നും കാണാൻ പോലും എനിക്കോ അമ്മച്ചിക്കോ പറ്റിയില്ല. ഇപ്പം നാട്ടിൽ അപ്പൻ്റെ അപ്പുറത്തായി അവനുണ്ട്. അവൻ്റെ ഭാഷയിൽ പറഞ്ഞ റെസ്റ്റ് എടുക്കുന്നുണ്ട്. മരിക്കും വരെ എൻ്റെ ഭേദി അറിഞ്ഞിട്ടില്ല ഡെന്നി ഈ ലോകത്ത് ഇല്ലെന്നുള്ള കാര്യം. അവൻ നാട്ടിലേക്ക് വന്ന് നിങ്ങളെ കൂട്ടി അവളെയും കുഞ്ഞിനെയും കാണാൻ വരുന്നതായിരിക്കും അവൾ വിചാരിച്ചത്. മരിക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴും അവൾ അവസാനമായി എന്നോട് കണ്ണുകൊണ്ട് കെഞ്ചിയത് കുഞ്ഞിനെ അതിൻ്റെ അച്ഛനെ ഏൽപ്പിക്കണം എന്നായിരുന്നു. അവനെ ഞങ്ങൾ വെറുക്കരുതെന്ന് ആ പാവം ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലേ ഡേവി? അവൾ കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് വീണു. താൻ കരയാതെ. ഞാൻ ഡെന്നിയെ പറ്റി എന്തെല്ലാം പറഞ്ഞു, അതെല്ലാം അവൾ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും. അവൾ എന്നോട് പൊറുക്കോ ഡേവി? ഇല്ലായിരിക്കും അല്ലേ? അയ്യേ, ഇങ്ങനെ കൊച്ചു പിള്ളേർ പോലെ കരഞ്ഞ അത് തൻ്റെ വേദിക്ക് ഇഷ്ടാകുമോ? ഡെന്നിയും അവൻ്റെ ദിയും അവരെല്ലാം കാണുന്നുണ്ടോ? അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയാ. അത് ചെയ്യുകയാണോ വേണ്ടത്, അതോ ഇങ്ങനെ ഓർത്ത് കരഞ്ഞിരിക്കുവാണോ വേണ്ടത്? എന്ത് ചെയ്യാൻ? വേദിക്ക് സംഭവിച്ചതിനെ പറ്റി താൻ പറഞ്ഞൊരു അറിവും പിന്നെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച ചില കാര്യങ്ങളെ നമുക്കറിയൂ. അതിൽ ഇനിയും ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കാനുണ്ട്. എൻ്റെ പെങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് നമുക്ക് പകരം ചോദിക്കേണ്ടേ? അതുപോലെ എൻ്റെ ഡെന്നി, അവനില്ലാതാക്കിയവന്മാരെ ഞാൻ എങ്ങനെ വെറുതെ വിടും? ഡെന്നിയെ? അത് സാധാരണ ഒരു ആക്സിഡൻ്റ് ആയിരുന്നില്ല, പ്ലാൻ ചെയ്ത് നടത്തിയതായിരുന്നു. എൻ്റെ അപ്പനെ പോലെ ഡെന്നിയെയും അയാൾ ഇല്ലാതാക്കി. കണ്ണിൽ കനൽ നിറച്ചവൻ പറഞ്ഞതും അവൾ ഞെട്ടലോട് അവനെ നോക്കി. ഫിലിപ്പ്, അയാളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. ഡെന്നി ഇല്ലാതായ കളരിക്കല സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ മാത്രമാവില്ലേ? റോസിലിനെ എന്നെ കൊണ്ട് കെട്ടിച്ച എല്ലാം അയാൾ വിചാരിക്കും പോലെ നടക്കും. ചെന്നായ ആണ് അയാൾ, മനുഷ്യരക്തം കുടിക്കുന്ന ചെന്നായ. ഇച്ചായ, ഒന്നേന്ന് തുടങ്ങാൻ പോവാ ഞാൻ. അപ്പം പോയത് അയൽക്കാരനാണെന്ന് മനസ്സിലായി അന്ന് അയാളെ കൊല്ലാനിറങ്ങിയതാ ഞാനും അവനും കൂടി. അമ്മച്ചി ഒരാൾ കാരണം മാത്രം അന്ന് നടന്നില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടം കൂടിയതല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. താനെല്ലാം അറിയണമെന്നുണ്ടായിരുന്നു. നേരിട്ട് തന്നോട് ഇത് പറയാൻ ഞാൻ ഒരുപാട് തവണ നോക്കി, സാധിച്ചില്ല. ഒടുവിലെല്ലാം ഇവിടെ വരെ എത്തി. മാപ്പ്, ഞാൻ അറിയാതെ പറഞ്ഞതിനെല്ലാം. ഡെന്നിക്കും വേദിക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അതിനെല്ലാം ഒപ്പം ഞാനും ഉണ്ടാവും. ഇത് മാത്രമേ അവർക്കായി എനിക്ക് ചെയ്യാൻ കഴിയൂ. അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ ആ നിമിഷം ഇടഞ്ഞപ്പോൾ അതിൽ പ്രണയത്തിനപ്പുറം മറ്റൊന്നു കൂടി ഉണ്ടായിരുന്നു, പ്രതികാരം. ഞാൻ പറഞ്ഞപ്പോ അപ്പച്ച അമ്മയിച്ചോ? ആദ്യമോല് പറഞ്ഞ ജെവി കേൾക്കും. ജെവി പറഞ്ഞപ്പോ അപ്പയും അമ്മയും ഞാൻ എന്നെ ഇവരെ നിൽക്കാൻ പറ്റൂലല്ലോ. അയോണ്ട് വൈകമ്മ ആദ്യമോല് എൻ്റെ വീട്ടിലേക്ക് വാ. അമ്മച്ചക്ക് കോളേജിൽ പോണ്ടേ? അമ്മ പറഞ്ഞല്ലോ വൈകാമ ആവിയോല്ല കോളേജിൽ പച്ചാ വരുമെന്ന്. അത് പോരെ, ആദ്യമോല് പാഞ്ഞ് നോക്ക്. അപ്പൊ ജോപ്പാപ്പയോടും മോളിമാമയോട് സംസാരിച്ചുവല്ലോ. ഞാൻ ഫ്ലാറ്റിൽ പോയി അമ്മയോട് പാഞ്ഞ് നോക്കട്ടെ. പാപ്പ അവിയുണ്ട്, എന്നെ കൂട്ടി അപ്പൂപ്പനെ അവിയായിട്ട് വിടല്ലേ? അപ്പൂപ്പ സമ്മതിച്ചില്ലേലോ? ആയി, ഞാൻ നോക്കിച്ചോലാം. ഞാൻ എന്നെ പോയിട്ട് വരാവേ. അപ്പൂപ്പൻ നോക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി ആദ്യ ഫ്ലാറ്റിലേക്ക് ഓടി. ഞാൻ തല്ലിയത് വേദനിച്ചോ? ഏയ്, ഈ ഉരുക്ക് പോലുള്ളത് വെച്ച് ഒരെണ്ണം കിട്ടിയ തഴുകും പോലെയല്ലേ. എൻ്റെ പല്ലിളകാഞ്ഞത് കാര്യമായി. അവനെ കൂർപ്പിച്ച് നോക്കിയാണ് വൈകത് പറഞ്ഞത്. അത് പിന്നെ നീ പറഞ്ഞത് കേട്ടപ്പോൾ പറ്റിപ്പോയതാ. ഒന്ന് ക്ഷമിച്ചേക്ക് എൻ്റെ കോച്ച്. ഇനി ഇങ്ങനെ ഉണ്ടാവാതെ നോക്കണം. ആര്? ഞാനോ? അല്ലാതാര്? ഞാനോ? തല്ലുകൊള്ളൊന്ന് വർത്താനം പറയാതിരിക്കുന്നതാവും എൻ്റെ കൊച്ചിന് നല്ലത്. ഇല്ലേ, നല്ലത് ഇനിയും കിട്ടും. ആഹാ, അത് കൊള്ളാലോ. വേണ്ടതിനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാനും തല്ലും. തല്ലിക്കൊടി, പക്ഷെ ആരും കാണാതെ വേണമെന്നേ ഉള്ളൂ. ഒന്നില്ലേലും ഞാനൊരു പോലീസുകാരനല്ലേ? ഉവ്വ, നിങ്ങളുടെ ഈ കൈകൊണ്ട് എനിക്ക് വേണം കിട്ടിയാ അത് ഇരിപ്പതാ. എന്താ ഞാനൊന്നും തന്നാ നിങ്ങൾക്കിത് എവിടെ കൊള്ളാനാ? അവൻ്റെ കവിളിൽ കൈകൊണ്ട് കുത്തിയാണ് വൈകി അവന് മറുപടി നൽകിയത്. ഒരു ചിരിയോടെ തന്നെ അവൻ അവളുടെ ആ ചുമന്ന മൂക്കിൽ പിടിച്ചു വലിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞ പെണ്ണെ, ഈ തല്ലുന്ന അത്ര നല്ല പരിപാടിയിലെന്ന് എനിക്കറിയാം. കൊള്ളുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും വിഷമുണ്ടാക്കുന്ന ആ പരിപാടി നമുക്കിടയിൽ വേണ്ടെന്നേ. ഇന്നെനിക്ക് സത്യമായ ഒരു അബദ്ധം പറ്റിയതാ. ഇനി എൻ്റെ കൊച്ചിനെ ഞാൻ തല്ലുകയില്ല. എൻ്റെ മാതാവാണേ സത്യം. ഷോ, ഞാനെന്നെ കൂട്ടിപ്പെട്ട ആളുകൾക്ക് കൊട്ടേഷൻ കൊടുക്കാനിരുന്നതാ. അവരായിരുന്നു ഈ അടിക്കുള്ള കറക്റ്റ് പണി എഴുതി കൂട്ടി തന്നേനെ. അതുപോലെ അല്ലായിരുന്നു ആ അടി. ആ വേദന കവളിന്ന് എനിക്ക് അങ്ങോട്ട് പോകുന്നില്ല മനുഷ്യ. വേദന മാറണമെങ്കിൽ മരുന്നിടണം ടീച്ചറെ. അതെൻ്റെ കയ്യിലല്ലേ ഉള്ളൂ. എന്ത് മരുന്ന്? അവ സ്റ്റോക്കാണല്ലേ. ഇതുവരെ എത്ര പേരുടെ പല്ലടിച്ച് ഇറക്കിയിട്ടുണ്ട്. അടി പലർക്കും കൊടുത്തിട്ടുണ്ട്.
പല്ല് ഇളകിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കെട്ടുകൾക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ള മരുന്നാ. ഇതൊരു സോറി ആയിട്ട് കൂടെ അങ്ങ് കണ്ടേക്കണം. പറയുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ ചുണ്ടുകളിൽ അവൾ ചുമന്ന് കിടക്കുന്ന കവളിൽ പതിഞ്ഞിരുന്നു. ചോ ഈ ടോറ്റിട്ട് വേണ്ടിയിട്ട് അമ്മയും പപ്പയും കുഞ്ഞി എന്ത് ചെയ്യുക? കള്ളന്മാര് വന്നെ പൊക്കിച്ചോണ്ട് പോയാലും ആരും അറിയില്ലല്ലോ. അടുക്കളയിലും അപ്പൂപ്പൻ്റെ മുറിയിലും എല്ലാം അവരെ തപ്പിയിട്ട് കാണാത്തത് കൊണ്ട് ആശാട്ടി അവൾ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. ചാരി കിടക്കുന്ന മുറിയുടെ വാതിൽ പതിയെ തുറന്ന് ആ കുഞ്ഞിത്തല അകത്തേക്കിട്ട് നോക്കി. ആദ്യ തല അകത്തേക്കിട്ടതും രവി വൈകിയുടെ കവളിൽ വേദനക്കുള്ള മരുന്ന് പുരട്ടിയതും ഒരേ സമയമായിരുന്നു. അത് കിടന്നും ആദ്യം ഒരു കൈ കൊണ്ട് തൻ്റെ കണ്ണും മറ്റേ കൈ കൊണ്ട് വായും പൊത്തി. ഇതൊന്നും അറിയാതെ രണ്ടുപേരും അവിടെ മത്സരിച്ച് മരുന്ന് പുരട്ടലാണ്. പാവം നമ്മുടെ കൊച്ചി കൈവിരലക്കിടയിലും കൂടി ഇത് കണ്ടതും ആ കുഞ്ഞുമുഖവും കൂർത്തു. അമ്മ ഇങ്ങനെ ഉമ്മ വെച്ചിന് അമ്മേൻ്റെ കുഞ്ഞു പാപ്പി അനുപാപ്പി ഞാനല്ലേ ബാബ? പ്രതീക്ഷിക്കാതെയുള്ള അശരീരി ആയതുകൊണ്ട് ഡെവിയുടെ ചുണ്ട് അന്തരീക്ഷത്തിൽ സ്റ്റെക്കായി നിന്നു. വൈകിയാണെങ്കിൽ തലയനക്കാതെ കണ്ണു മാത്രം വാതിലിന്റെ സൈഡിലേക്ക് ചലിപ്പിച്ചു. അവിടെ കൈ രണ്ടും വയറിൽ കുതി തങ്ങളെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന ആളെ കണ്ടതും രണ്ടുപേരും ഏത് വഴിയോടൊന്നും അറിയാതെ നിന്നുപോയി. പാപ്പേന്റെ ഐഷാന്റെ വച്ച് കളിച്ചുവാനോ? ഐഷാൻ ഇച്ചാൻ അനങ്ങി പാപ്പേ. ഇച്ചായ അവൻ അനങ്ങുന്നില്ല എന്ന് കണ്ടതും വൈകി തന്നെ അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു. ഈ കുരിപ്പ് എപ്പോ വന്നു? എനിക്കെങ്ങനെ അറിയാനാ? എന്തായാലും എല്ലാം നല്ല പേടിപ്പായി കണ്ടിട്ടുണ്ട്. ഡോർ ലോക്ക് ചെയ്താണ് മനുഷ്യ ഉമ്മ വെക്കാൻ വരുന്നത്. ഞാൻ ചെയ്തതടി, അത് വീഴാത്തത് എൻ്റെ കുഴപ്പമാണോ? ഇതിനെയും അച്ഛനെയും കൂടി ഞാൻ അപ്പുറത്തോട്ട് തട്ടിയതാ. ഇത് എവിടുന്ന് പൊട്ടി വീണതാന്നാ എനിക്ക് മനസ്സിലാവത്. നീ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയേ, ആ കുരിപ്പിന്റെ പേരിലായി മാറ്റിയതുണ്ടോന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. ഇല്ല, ആദ്യം മാത്രമേ ഉള്ളൂ. രണ്ട് പേരും കൂടി എന്തോ പയ്യവ, കല്ലൊന്നും പറയണ്ട. പാപ്പി അമ്മി ഉമ്മ വെച്ചു ഞാൻ കണ്ടു. അയ്യോ, അത് ഉമ്മയല്ല, അതുണ്ടല്ലോ പപ്പയുടെ അമ്മയുടെ കണ്ണി. അമ്മേന്റെ കണ്ണിൽ പൊരി പോയപ്പോ പാപ്പ എത്തി കോച്ചു വന്നല്ലേ. വേണ്ട പപ്പേ, എന്നോട് എന്നെ കൊച്ചു പഞ്ഞുണ്ട്. എപ്പോ ഈ ഉമ്മ വെച്ച ജോപ്പാപ്പി ഇതന്നെ പരീനേന്. ഇത്രയും പൊരി എവിടെയാ പപ്പ ഇച്ചിനെ? അവന്റെ മുഖത്ത് ചമ്മിയൊരു ചിരിയല്ലാതെ വേറെയൊന്നും ആ സമയത്ത് വന്നില്ല. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അപ്പൂപ്പൻ എവിടെ? ഞാൻ പാപ്പയമ്മ നോക്കി വന്നിയ. എനിക്കൊരു കാര്യം പനേനുണ്ടായിരുന്നു. അപ്പല് നിങ്ങൾ ഉമ്മ വെച്ചോണ്ട് നിൽക്കുന്നേ കണ്ടേ. ഈ ഞാൻ പാപ്പ എന്നെ പാഞ്ഞ അപ്പത്തോട്ട് വിറ്റേ. നീ ഇങ്ങനെ ഉമ്മ ഇടയ്ക്ക് പറയാതെ കുഞ്ഞെ, അവര് കേട്ടോണ്ട് വന്ന അത് മതി. പിന്നെ പറയാതെ കണ്ടോ, അമ്മയുടെ കവില് ഉമ്മ വെച്ച് റെഡ് കലരായി. പാപ്പന് ഉമ്മ വെച്ചെൻ്റെ. ഇതിലും ഗതി കെട്ടവൻ ഈ ലോകത്ത് ആരുണ്ട് കർത്താവ് എന്നൊരു ആത്മകഥം അവൻ്റെ ഉള്ളിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു.